ബിഗ് ബോസ് താരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും അഭിപ്രായ വ്യത്യാസങ്ങളും ഷോയ്ക്ക് പുറത്തേക്കും നീളുന്നത് ആദ്യത്തെ സംഭവം അല്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ തന്നെ ഇത്തരം നിരവധി കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഷോയിൽ നിന്നതിനെക്കുറിച്ച് തങ്ങളുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ടും ചിലർ രംഗത്ത് വരാറുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അൻസിബയാണ്. റീ എൻട്രി നടത്തി ഷോയിൽ എത്തിയതിനു ശേഷം നടന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് അൻസിബ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ പ്രതികരിക്കുന്നത്. അർജുനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. അൻസിബയുടെ വാക്കുകളിലേക്ക്: ഞാനിപ്പോൾ ചെന്നൈയിലാണ് ഉള്ളത്. ലൈവിൽ ഞാൻ അർജുന്റെ ഒരു വിഷയം പറയുന്നുണ്ട്. അവിടെയുള്ള മറ്റൊരു മത്സരാർത്ഥി വൈകി ഉറങ്ങുന്നത് അവരുടെ മാതാവിന് ഇഷ്ടമല്ല. മാതാവ് തന്നെ അത് വന്ന് പറഞ്ഞിട്ടുമുണ്ട്. മാതാവ് പോകുന്ന സമയത്ത് എന്നോട് നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. നേരത്തെ ഉറങ്ങുന്ന കാര്യം ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അൻസിബ പറയുന്നു. നേരത്തെ ഉറങ്ങാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു. ഈ സംഭവം അർജുൻ ഇന്നലെ എന്നോട് ഇത് ചോദിച്ചു. അതായത് ഞാനും സുരേഷ് ഏട്ടനും സംസാരിച്ചിരിക്കുമ്പോൾ അർജുൻ അങ്ങോട്ട് വന്ന് പാല് കുടിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഉറങ്ങാൻ പറ്റുമെന്ന് പറയുകയും ചെയ്തു. 2-3 തവണ ഇത് തന്നെ പറഞ്ഞപ്പോൾ എന്നെ കുത്തിപ്പറയുന്നതായിട്ട് തോന്നി. അപ്പോൾ തന്നെ അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയെന്ന് ഞാനും പറഞ്ഞു. ഉറക്കം വരാൻ അവിടെ ചെയ്യാൻ കഴിയുമെന്ന കാര്യമേ പറയുന്നുള്ളൂ. അതിൽ പരം ബുദ്ധിയൊന്നും എനിക്കില്ല. അതിന് എൻ്റെ അടുത്ത് വന്ന് ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ലെന്ന് അൻസിബ പറയുന്നു. അർജുനാണ് എന്നെ പിന്നിൽ നിന്നും കുത്തിയത്. എന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഇട്ടത് അർജുനായിരുന്നുവെന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അവൻ അങ്ങനെ ചെയ്യുന്നുവെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നോമിനേഷനിൽ വരുന്നതോ എവിക്റ്റ് ആവുന്നതോ ഭയപ്പെടുന്ന വ്യക്തിയോ അല്ല ഞാൻ. അത് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം. അർജുൻ എന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്തത് എനിക്ക് വിഷമം ആയ കാര്യമാണ്. ഇറങ്ങാൻ നേരത്ത് നീ എന്തിന് അർജുനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുത്തു സഹോദരനെ പോലെ കണ്ടോ? അവനാണ് നിന്നെ ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിൽ ഇട്ടത് എന്ന് പുറത്തു വന്നപ്പോൾ പലരും പറഞ്ഞു. അർജുൻ അവിടെ നിന്ന് എന്നെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നുവെന്ന് ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വീഡിയോ ലൈവിൽ വന്നിട്ടില്ല. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ആ വീഡിയോ അവരുടെ സെർവറിൽ വന്നിട്ടില്ല, ഡ്രൈവിൽ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിരുന്നു. അതിന് സുരേഷ് ഏട്ടന് സാക്ഷിയാണെന്ന് അൻസിബ പറയുന്നു. ഞങ്ങൾ തമ്മിൽ അവിടെ ഉണ്ടായ വിഷയം എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് രംഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് മാത്രം കണ്ടിട്ട് ഞാൻ ഇക്കാര്യം അർജുനോട് പറയാതെ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. ചില മത്സരാർത്ഥികളുടെ PR ടീമുകൾ എനിക്ക് അണലിസിബ, ബെഡ്സിബ എന്നൊക്കെ ചില പേരുകൾ തന്നിട്ടുണ്ടല്ലോ. അതൊക്കെ PR ആണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. അതൊരു പ്രശ്നവുമില്ല. ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ എനിക്കെതിരെ ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അർജുനോട് മുഖത്ത് നോക്കി സംസാരിച്ചില്ല, പരദൂഷണം പറയുന്നു, വിഷം എന്നേക്കുമുള്ള നിരവധി കമന്റുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെ ഒരു കാരണവുമില്ല ഡീഗ്രേഡ് ചെയ്യുന്നത് അർജുനാണെങ്കിൽ എന്നെ ചൊറിഞ്ഞ് പറയിപ്പിച്ചതാണ്. അവൻ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയെന്നും അൻസിബ കൂട്ടിച്ചേർത്തു.